ഗോപാലകൃഷ്ണൻ ശ്രീ ബി ഗോപാലകൃഷ്ണൻ ബി.ജെ.പി. ഈ ആശമാരുടെ സമരത്തിന് പിന്തുണ അർപ്പിച്ച് സജീവമായി ഉണ്ട്. ശരി, ശരി. ബി ഗോപാലകൃഷ്ണൻ, സുരേഷ് ഗോപിയുടെ ആശാ സമരപന്തൽ സന്ദർശനം, അവർക്ക് കുടവാങ്ങി കൊടുക്കൽ, കെ സുരേന്ദ്രന്റെ മാർച്ച്, ബി.ജെ.പി. മഹിളാ മോർച്ച 8-ാം തീയതി നടക്കാൻ പോകുന്നു, മാർച്ച് നടത്തി. തൃശൂർ നഗരത്തിൽ എൻ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യുന്ന ഐക്യദാർഢ്യ റാലി നടക്കാൻ പോകുന്നു. രാജ്യമൊട്ടാകെ സമരം നടന്നിട്ടുണ്ട്. ഇത് കേരളത്തിൽ മാത്രമുള്ള സമരമല്ല സി ബി ഗോപാലകൃഷ്ണൻ, ഇത് രാജ്യമൊട്ടാകെ ആശമാർ ഒന്നല്ലെങ്കിൽ വേറെ സ്ഥലങ്ങളിൽ സമരത്തിലാണ്. അങ്ങനെ സമരം നടന്നിട്ട് നയാ പൈസ ആശമാർക്ക് കൂട്ടിക്കൊടുക്കാത്ത കേന്ദ്ര സർക്കാർ ബി.ജെ.പിക്ക് ഈ സമരത്തിന് ഐക്യം പ്രകടിപ്പിക്കാൻ ധാർമ്മികാവകാശമുണ്ടോ സി ബി ഗോപാലകൃഷ്ണൻ? താങ്കളൊരു അവതാരകൻ കൃത്യമായ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടാണല്ലോ ഈ വിഷയം പഠിക്കാനും അവതരിപ്പിക്കാനും വന്നത്. ഇത് ഏത് സബ്ജക്റ്റാണ്? ആരോഗ്യമേഖല എന്ന് പറയുന്നത് സ്റ്റേറ്റ് സബ്ജക്റ്റാണ്. കേന്ദ്രത്തിലല്ല ആശമാർക്ക് പൈസ കൂട്ടി കൊടുക്കേണ്ടത്. പൈസ കൂട്ടി കൊടുക്കുന്നതിനൊരു കാഴ്ചപ്പാടുണ്ട്. എങ്ങനെയാ പൈസ? കഴിഞ്ഞ പ്രാവശ്യം 36,292 കോടി രൂപയാണെന്നാണ് എൻ്റെ ഓർമ്മ. ഈ പ്രാവശ്യത്തെ ബജറ്റിൽ 1000 കോടിയും കൂടി കൂട്ടി 37,922 കോടി, എന്തായാലും 37,000-ന് മുകളിൽ കോടി ആണ് ഈ സെക്ടറിലേക്ക് കേന്ദ്ര ബജറ്റിൽ നിന്ന് മാറ്റിവെച്ചിരിക്കുന്നത്. അങ്ങനെ കേന്ദ്ര ബജറ്റിൽ നിന്ന് മാറ്റിവെക്കുമ്പോൾ അതിൻ്റെ ഓപ്പറേഷണൽ കോസ്റ്റ്, ആ ഓപ്പറേഷണൽ കോസ്റ്റ് എന്ന് പറയുന്നത് സംസ്ഥാന ഗവൺമെൻറ്റും കേന്ദ്ര ഗവൺമെൻറ്റും ഒരുമിച്ചിരുന്ന് ഓരോ സംസ്ഥാനത്തിൻ്റെയും താൽപ്പര്യപ്രകാരം ആ സംസ്ഥാനം ആവശ്യപ്പെടുന്നതനുസരിച്ച് തുക കൊടുക്കുകയും, എല്ലാ സംസ്ഥാനത്തിനും ഒരുപോലെ അല്ല വിഹിതം, ഓരോ സംസ്ഥാനവും ആവശ്യപ്പെടുന്നതനുസരിച്ച് തുക കൊടുക്കുകയും ആ തുകയുടെ 60% കേന്ദ്രവും 40% സംസ്ഥാനവുമാണ്. അങ്ങനെയാണ് ആശമാരടക്കമുള്ള ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട ഈ ആരോഗ്യ സ്റ്റേറ്റ് ലിസ്റ്റുമായി ബന്ധപ്പെട്ട ആരോഗ്യ പണം നൽകുന്നത്, പദ്ധതിക്ക് വേണ്ടിയുള്ള പണം നൽകുന്നത്. ആ ഒരു കാഴ്ചപ്പാടനുസരിച്ച് ഇന്ന് ഇന്ത്യയിലുള്ള എല്ലാ സംസ്ഥാന സർക്കാരുകളുമാണ് കേന്ദ്ര ഗവൺമെൻറ്റുമായിട്ട് ഈ വിഷയത്തിൽ ചർച്ച ചെയ്ത് 40% സ്റ്റേറ്റ് ഗവൺമെൻറ് കൂട്ടിയാൽ ഞങ്ങൾക്ക് 10,000 രൂപ വേണം. ഞങ്ങളുടെ കേരളത്തിലെ ആശമാർക്ക് 10,000 രൂപയാണ് ശമ്പളം കൊടുക്കേണ്ടത്. ആ 10,000 രൂപ ശമ്പളം ഇൻസെൻറ്റീവായിട്ടോ ശമ്പളമായിട്ടോ കൊടുക്കണം. അങ്ങനെ കൊടുക്കുമ്പോൾ ഞങ്ങൾക്ക് ഇത്ര കോടി രൂപയാണ് ആവശ്യം. ആ ഇത്ര കോടി രൂപയിൽ 40% ഞങ്ങളെടുക്കാം, 60% കേന്ദ്രം തരണം എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ കേന്ദ്ര സർക്കാർ, ഇന്നത്തെ കേന്ദ്ര സർക്കാർ, നരേന്ദ്രമോദിയുടെ കേന്ദ്ര സർക്കാർ എല്ലാ സംസ്ഥാനങ്ങൾക്കും ആരോഗ്യകരമായ ഞാൻ ചോദിച്ചത് അതുകൊണ്ടാണ്. ഇതെല്ലാ സംസ്ഥാനത്തുള്ള പ്രശ്നമാണ്. ഇപ്പം കർണാടകയിൽ സമരം നടന്നുകൊണ്ടിരിക്കുകയാണ്, മഹാരാഷ്ട്രയിൽ സമരം നടന്നു, ഹരിയാനയിൽ സമരം നടന്നു എന്ന് പറഞ്ഞാൽ ഈ ആശമാരും ഈ പറഞ്ഞ താഴെത്തട്ടിലെ ആരോഗ്യ പ്രവർത്തകരും ഒട്ടുമിക്ക ഗുജറാത്തിൽ സമരം നടന്നു, ഒട്ടുമിക്ക സംസ്ഥാനങ്ങളിലൊക്കെ സമരത്തിലാണ്. കേന്ദ്രത്തിന് ഒരു തീരുമാനം ആവശ്യത്തിലെടുക്കാം, സംസ്ഥാനം ആവശ്യപ്പെടുന്ന നോക്കിയിരിക്കേണ്ട കാര്യമില്ല. ആ തീരുമാനം എടുക്കണം എന്ന് ബി.ജെ.പി. ആവശ്യപ്പെടുന്നുണ്ടോ? പോട്ടെ, ബി ഗോപാലകൃഷ്ണൻ, ഗുജറാത്തിൽ എത്ര രൂപയാണ് ആശമാർക്ക് കൊടുക്കുന്നത്? 3,000 രൂപ. ഹരിയാനയിൽ എത്രയാണ് കൊടുക്കുന്നത്? 4,000 രൂപ. മഹാരാഷ്ട്രയിൽ എത്രയാണ് കൊടുക്കുന്നത്? 3,500 രൂപ. ഹിമാചൽ പ്രദേശിൽ എത്രയാണ് കൊടുക്കുന്നത്? 4,700 രൂപ. രാജസ്ഥാനിൽ എത്രയാ? 1,650. ഉത്തർപ്രദേശിൽ എത്രയാ? 1,500. ത്രിപുരയിൽ എത്ര? 1,000 രൂപ. നിങ്ങൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളല്ലേ സി ബി ഗോപാലകൃഷ്ണൻ? അവിടെ ഈ പറഞ്ഞ ജീവിത ചെലവില്ലേ? അവിടുത്തെ ആശമാർക്ക് പണം കൂട്ടി വേണ്ടേ? യു പിയിൽ 1,500 രൂപ കൊടുത്തിട്ട് ഇവിടെ 7,000 രൂപ കൊടുക്കുന്ന സംസ്ഥാനത്ത് അവർക്ക് സമരത്തിന് ഐക്യം പ്രഖ്യാപിക്കാൻ എന്ത് അവകാശം നിങ്ങൾക്ക് സി ബി ഗോപാലകൃഷ്ണൻ? അവിടുത്തെ കാര്യം അവർ നോക്കിക്കോളൂ. ഒന്ന് ഹരിയാനയിൽ CPM സമരം നടത്തിയത് നരേന്ദ്രമോദി പൈസ കൊടുക്കുമെന്ന് പറഞ്ഞിട്ടാണോ? എളമരം കരീം ഇവിടെ 10,000 രൂപ സംസ്ഥാന നിയമസഭയിൽ ആവശ്യപ്പെട്ടത് അന്നത്തെ UDF ഗവൺമെൻറ്, സെൻട്രലിലെ ഗവൺമെൻറ് കൊടുക്കുമെന്ന് പറഞ്ഞിട്ടാണോ? ഇതൊന്നും വേണ്ട. 2021 CPM-ൻ്റെ പ്രകടന പത്രികയിൽ 10,000 രൂപ കൊടുക്കാമെന്ന് പറഞ്ഞത്, അത് 21,000 രൂപ, 700 രൂപ വെച്ച് 21,000 രൂപ കൊടുക്കാം എന്ന് പറഞ്ഞത് നരേന്ദ്രമോദി കൊടുക്കുമെന്ന് പറഞ്ഞിട്ടാണോ? നരേന്ദ്രമോദി കൊടുക്കാം എന്ന് ഗോവിന്ദമാഷോട് പറഞ്ഞിട്ടാണോ നിങ്ങൾ ഈ 2021 പ്രകടന പത്രികയിൽ 21,000 കൊടുക്കാമെന്ന് പറഞ്ഞത്? എന്ത് മര്യാദകേടാണ് സർ. ബി.ജെ.പി. ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ 1,500, 1,650, 3,000, 2,000 കൊടുക്കുന്ന ബി.ജെ.പി. അതിനെതിരെ അവിടെ ഒരക്ഷരം മിണ്ടാത്ത ബി.ജെ.പി.
7,000 രൂപ അവർ കൊടുക്കുന്ന കേരളത്തിൽ വന്ന് അവരുടെ സമരത്തിന് കേന്ദ്ര സഹമന്ത്രി വന്നിരിക്കുക, ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുക. അതിനകത്തൊരു പ്രശ്നമില്ല ശ്രീ ബി ഗോപാലകൃഷ്ണൻ. നിങ്ങൾക്കാണ് പ്രശ്നം. ഞാൻ പറഞ്ഞത് ഇപ്പോഴും നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ ചോദിക്കട്ടെന്ന്, ആ 21,000 പ്രകടന പത്രികയിൽ പറഞ്ഞത് ആര്? അല്ലെ ബി ഗോപാലകൃഷ്ണൻ, ആശമാർ രാജ്യത്തിൽ എല്ലാവരും ഉള്ളവരാണ്. യു പിയിലെ 1,500 രൂപ എന്നുള്ളത് കൂട്ടി 21,000 രൂപ ആക്കണോ ബി ഗോപാലകൃഷ്ണൻ? യു പിയിലെ കാര്യം യു പിക്കാർ നോക്കും. അല്ലല്ല, ഞാൻ ചോദിക്കുന്നത് ഇല്ല, ഞാൻ ചോദിക്കുന്നത് ആശമാരുടെ സമരത്തിന് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുന്ന പാർട്ടിയുടെ നേതാവ് എന്നുള്ള നിലയ്ക്ക്, ആശമാരുടെ സമരത്തിന് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുന്ന പാർട്ടിയുടെ നേതാവ് എന്നുള്ള ഞാൻ ബി ഗോപാലകൃഷ്ണൻ ചോദിക്കുന്നു, യു പിയിലെ 1,500 രൂപ കൂട്ടണോ? ഗുജറാത്തിൽ 3,000 രൂപ കൂട്ടണമെന്ന് ആവശ്യപ്പെട്ട് സമരത്തിലിരുന്നു. വലിയ സമരം ഉണ്ടായി. കൂട്ടാവെന്ന് പറഞ്ഞതല്ല, കൂട്ടിയിട്ടില്ല. ബി ഗോപാലകൃഷ്ണൻ കൂട്ടണോ? ഗുജറാത്തിൽ 3,000 കൂട്ടണോ? അല്ല, ഗുജറാത്തിൽ 3,000 കൂട്ടണമെന്ന് ആവശ്യപ്പെട്ട് സമരത്തിലായിരുന്നു അവിടുത്തെ ആശമാർ. ആ സമരാവശ്യം പരിഗണിക്കണോ ഗുജറാത്ത് സർക്കാർ? നിങ്ങളൊരു കാര്യം മനസ്സിലാക്കൂ. ഇന്ത്യയിലെ മുഴുവൻ സംസ്ഥാനങ്ങളിലും, ഇന്ത്യയിലെ BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലും, കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലും, ഇന്ത്യയിലെ പ്രതിപക്ഷങ്ങൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലും ആശമാരടക്കം അംഗൻവാടി ടീച്ചർമാർക്കും ആശമാർക്കും, എന്തിന് നമ്മുടെ വീട്ടിലെ കുടുംബത്തിലെ അമ്മമാർ എത്ര കിലോമീറ്റർ നടക്കുന്ന ആ അമ്മമാർക്കടക്കം ശമ്പളമോ പെൻഷനോ കൂട്ടിക്കൊടുക്കണം എന്ന് തന്നെയാണ് BJPയുടെ ആവശ്യം. BJP കേരള ഘടകം കേരളത്തിൽ സമരം ചെയ്യുന്നത് കേരളം കൂട്ടിക്കൊടുക്കണം എന്ന് പറഞ്ഞിട്ടാണ്. കേരളത്തിൽ 2021 പ്രകടന പത്രികയിൽ കൂട്ടിക്കൊടുക്കാം. ഗുജറാത്തിലെ ആവശ്യം എന്താണ്? ഗുജറാത്തിലെ ആവശ്യം ഈ 3,000 എന്ന് പറയുന്ന തുച്ഛമായ ഈ പണത്തിൽ നിന്ന് പൈസ കൂട്ടി വേണം. ഹരിയാനയിലെ ആവശ്യം എന്താണ്? അവിടുത്തെ തുച്ഛമായ പണത്തിൽ നിന്ന് 18,000 രൂപ കൂട്ടി വേണം. ബി ഗോപാലകൃഷ്ണൻ, ഹരിയാനയിലെ സർക്കാർ അവിടുത്തെ സമരക്കാരുടെ ആവശ്യത്തെ അംഗീകരിക്കണ്ടേ അങ്ങനെയാണെങ്കിൽ? എന്നിട്ട് അവിടെ 3,000 രൂപ കൊടുക്കുകയും ഇവിടെ 7,000 രൂപ കൊടുക്കുന്ന ഒരു സംസ്ഥാനത്ത് വന്ന് അവരെ കൂട്ടിരിക്കുകയും ചെയ്യുക. പരിഹാസ്യമല്ലേ ബി ഗോപാലകൃഷ്ണൻ? ആലോചിച്ച് നോക്കൂ. നിങ്ങൾ വെറുതെ എൻ്റെ വായിൽ നിന്ന് കേൾക്കണ്ട. ഞാൻ ഈ പറഞ്ഞത് നിങ്ങൾക്ക് മലയാളത്തിലാണല്ലോ. പണ്ടേ നമ്മൾ തമ്മിൽ ചില കാര്യങ്ങളിൽ ഞാൻ പറഞ്ഞ യാഥാർത്ഥ്യം തെറ്റാണ് എന്ന് നിങ്ങൾ ഈ ഫ്ലോറിൽ വന്ന് ഗോപാലകൃഷ്ണൻ തെറ്റാണ് പറഞ്ഞത്, കളവാണ് പറഞ്ഞതെന്നൊക്കെ പറഞ്ഞ് വെറുതെ ആവശ്യമില്ലാത്ത വാക്ക് തർക്കം ഉണ്ടാക്കിയതാ. നാട്ടുകാർക്ക് മുഴുവൻ അറിയാം ശരി ഏത് തെറ്റതെന്ന്. ഹരിയാനയിലെ ആശമാരുടെ സമരം അംഗീകരിക്കപ്പെട്ട സമരമാണോ ബി ഗോപാലകൃഷ്ണൻ? ഇന്ത്യയിൽ മുഴുവൻ സംസ്ഥാനങ്ങളിലും ഇന്ത്യയിലെ മുഴുവൻ സംസ്ഥാനങ്ങളിലും ആശമാർക്ക് ശമ്പളം കൂട്ടിക്കൊടുക്കണം. അതത് സംസ്ഥാന ഗവൺമെൻറ്റാണത് ചെയ്യേണ്ടത്. അത് സ്റ്റേറ്റ് സബ്ജക്റ്റാണ്. ആ സ്റ്റേറ്റ് സബ്ജക്റ്റിൻ്റെ കാര്യത്തിൽ അതാത് സംസ്ഥാന സർക്കാർ കേന്ദ്ര സർക്കാരുമായി ചർച്ച നടത്തണം. ഇവിടെ 21,000 കൊടുക്കണമെങ്കിൽ ആ 21,000-ൻ്റെ 60% ഞാൻ BJPയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് എന്ന നിലയിൽ ഞാൻ മേടിച്ചു കൊടുക്കാം. ഞാൻ ഇവരെയും കൊണ്ട് പോയി കൊടുക്കാം. 40% കൊടുക്കാൻ ഈ ഗവൺമെൻറ് തയ്യാറാണോ? അത് ചോദിക്കാം. ഞാൻ തിരിച്ചു ചോദിക്കാം. പക്ഷെ അങ്ങനെയാണെങ്കിൽ ഗുജറാത്തിലെയും ഹരിയാനയിലേയും ആശമാർക്ക് ഗുജറാത്ത് പോട്ടെന്ന്. ഞാൻ ഗുജറാത്തിലെ കാര്യമല്ല, ഗുജറാത്ത് നോക്കിക്കോളും. നിങ്ങൾ ഇവിടുത്തെ കാര്യം നോക്കിയാൽ മതി. കേരളത്തിൽ 21,000 ശമ്പളം കേരളത്തിൽ അത് അവർ നോക്കിക്കൊള്ളുമെന്ന്. നിങ്ങൾ വലിയ ഭാരിച്ച കാര്യം നോക്കണ്ട. ഇവിടുത്തെ കാര്യം പറ. നിങ്ങൾ പലപ്പോഴും പറയാറുണ്ടല്ലോ, ഞങ്ങൾ UPയുടെ കാര്യം പറയും, ഇത് കേരളമാ എന്ന് വലിയ വീമ്പ് പറയാറുള്ളതല്ലേ. ഈ കേരളത്തിൽ 21% ഞങ്ങൾ മേടിച്ചു കൊടുക്കാം. 21,000 രൂപ ഞങ്ങൾ മേടിച്ചു കൊടുക്കാം. 40% കൊടുക്കാൻ ഈ ഗവൺമെന്റ് തയ്യാറാണ്? നിങ്ങൾ ഈ ഗവൺമെന്റിനോട് ചോദിക്ക്. തയ്യാറുണ്ടോ? ചോദിക്ക്. അങ്ങനെയാണെങ്കിൽ 21,000 മേടിച്ചു കൊടുക്കാൻ BJP മുമ്പിൽ നിൽക്കാം. ഞങ്ങളുടെ ശോഭാ സുരേന്ദ്രൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഇവിടുത്തെ ആരോഗ്യമന്ത്രിയെ വെല്ലുവിളിച്ചില്ലേ, വായോ നമുക്ക് ഒന്നിച്ചു പോവാം, 10 പൈസ തരാനുണ്ടെങ്കിൽ മേടിക്കാം. ഞാൻ ചോദിക്കട്ടെ, ഒരു നാണമില്ലാതല്ലേ ഈ റെജി ലൂക്കോസ് ഇവിടെ ഇരുന്നിട്ട് വാചോ അടിക്കുന്നത്? റെജി ലൂക്കോസിന് അറിയില്ല, ഞാൻ പറഞ്ഞുതരാം. ഈ കണക്കൊന്ന് എഴുതി വെച്ചോളൂ. വേറൊന്നുമല്ല, ഈ 2023-24 വർഷത്തെ 189.15 കോടിയും 2024-25 വർഷത്തെ 913.24 കോടിയും, അങ്ങനെ കോടിയിൽ 815.73 കോടി കേരളത്തിന് ആദ്യം നൽകി. ശരി, നമ്മളെ കണക്ക് നേരത്തെ ഒരു ദിവസങ്ങളിൽ പലയാവർത്തി പറഞ്ഞതാണ്. അത് സംസ്ഥാനം നിരാകരിക്കുകയാണ്. നമുക്കതിൽ ഒരു സാധാരണ പൗരൻ എന്നുള്ള നിലയ്ക്കോ അല്ലെങ്കിൽ ഒരു തീർക്കട്ടെ ഒരു വരി. അതായത് 120 കോടി രൂപ, അതായത് 120 കോടി രൂപ
കൂടുതലാണ് ഇപ്പം കേരളത്തിന് കൊടുത്തിരിക്കുന്നത്. അതായത് 97.51 കോടി രൂപയെ കൊടുക്കാനുള്ളൂ. അതിന് 120 കോടി രൂപ കൊടുത്തു. ഇത് ബി ഗോപാലകൃഷ്ണൻ 24-ൽ പറയുന്നതല്ല, ഇന്ത്യൻ പാർലമെന്റിൽ മേശപ്പുറത്ത് വെച്ചതാ. കോൺഗ്രസിന്റെ എം പി പ്രേമചന്ദ്രൻ, കോൺഗ്രസിന്റെ ശരി, നമുക്ക് കണക്കൂടാം. ആ കണക്കിൽ സംസ്ഥാന സർക്കാരിന് വെറുതെ അങ്ങോട്ട് പോകല്ലോ. നേരമായില്ല ഇരുന്നിട്ട് കേന്ദ്രം കേന്ദ്രം എന്ന് പറയണത്. നിങ്ങൾക്ക് ഈ കണക്ക് പറഞ്ഞു കൊടുക്കാറില്ല അയാളോട്. ഈ കണക്ക് കുറെ നാളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേന്ദ്രം തരാനില്ല. താങ്കൾ ഈ കണക്ക് നമ്മൾ കുറെ വർഷോട് കുറെ നാളെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന അപ്പൊ നിങ്ങൾ മറുപടി പറയണ്ടേ? അല്ല, ഈ കണക്ക് നമ്മൾ കുറെ ദിവസം പറഞ്ഞുകൊണ്ടിരിക്കുന്ന അതുകൊണ്ട് ഇടപെടുകയാണ്. ശരി, കേന്ദ്രം എന്ന് പറഞ്ഞു കുറ്റം പറയുമ്പോൾ നിങ്ങൾ പറയണ്ടേ? നിങ്ങൾ വേണ്ടിയില്ലല്ലോ. അല്ല, ഇത് കുറെ നാൾ പറഞ്ഞാൽ ഇല്ലല്ലോ. ഇത് കുറെ നാൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സർക്കാർ പറയുന്നത് ആ കണക്ക് പച്ചക്കള്ളമാണ് പറയുന്നത്. ഞാൻ കേന്ദ്രവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളാണ്. സർക്കാർ പറഞ്ഞ 100 കോടി കൊടുക്കണം. സർക്കാർ പറഞ്ഞ 100 കോടി കൊടുക്കണമെന്ന് രേഖ വെച്ച് പറയുന്നു. സംസ്ഥാന സർക്കാർ രേഖ വെച്ച് 100 കോടി കിട്ടാണെന്ന് പറയുന്നു. നിങ്ങൾ പറയുന്നു കൊടുത്ത കൂടുതൽ. നമുക്കറിയാൻ നിവൃത്തിയില്ല. ആര് പറഞ്ഞ സത്യമൊന്നും ആര് പറഞ്ഞ കള്ളമൊന്നും. ശരി, ഇടവേളയിലേക്ക് പോകണം. ഇന്ത്യൻ എന്റെ പൊന്നു ചേട്ടാ, എന്റെ പൊന്നു ചങ്ങാതി, നിങ്ങൾ ഇങ്ങനെ പറയല്ലേ? ഇന്ത്യൻ പാർലമെന്റിൽ മേശപ്പുറത്ത് വെച്ച ഒരു കാര്യത്തിന് തെറ്റാണ്, കളവാണെങ്കിൽ അവകാശം നോട്ടീസ് കൊടുക്കാം. സുപ്രീം കോടതി പോകാം. നാണമില്ലാത്ത വാക്ക് കേട്ട് നിങ്ങൾ പറയരുത്.